നമ്മൾ മീനില്ലാതെ വിഷമിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ ദാ ഒരു വരാൽ അച്ഛൻ കൊണ്ടുവന്ന്, അത്യാവശ്യം വലിയ വരാലാണ്. ദേ മിന്തുന്ന കണ്ടോ, ജീവനുള്ള വരാൽ വീട്ടിൽ നിന്ന് അച്ഛൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്ത് നമുക്ക് കറി വെക്കാം. ദേ ഞാൻ തല വെട്ടണം, അവൻ തല വെട്ടാനായിട്ട് സമ്മതിക്കുന്നേ ഇല്ല. ഞാൻ എൻ്റെ കയ്യിൽ നിന്നൊക്കെ അത് പിടഞ്ഞു പോവുകയാണ്. ഞാൻ തല അറുത്ത്, ഇച്ചിരി പാടുണ്ട് അത് അറുക്കാനായിട്ട്. പിച്ചാത്തി നല്ല പിച്ചാത്തിയല്ല കേട്ടോ, മൂർച്ചയില്ലാത്ത പിച്ചാത്തിയാണ്. അപ്പോൾ അതെ കണ്ടോ, ഞാനത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ട് കാണിക്കാം കേട്ടോ. ഇച്ചിരി പാടാ അതിങ്ങനെ വെട്ടുന്ന, പിടയുന്നുണ്ട് നന്നായിട്ട്. അതിൻ്റെ ഇടക്കാണെങ്കിൽ പിള്ളേർ കിടന്നിട്ട് ബഹളം വെക്കുന്നു. ഞാൻ വെട്ടിത്തേച്ച് ഒരു കണക്കിന് പൊളിച്ചെടുത്തിട്ടുണ്ട്. പൊളിച്ചെടുത്ത് നമ്മൾ പൈപ്പിൽ വെച്ചാണ് അടിക്കുന്നത്, മണ്ണിയിട്ടല്ലേ നമ്മൾ വെട്ടി. ഈ വരാലൊക്കെ നമുക്ക് അടുക്കളയായിട്ട് ക്ലീൻ ചെയ്യാൻ പാടാണ്. അതുകൊണ്ട് നമ്മൾ മണ്ണിയിട്ട് വെട്ടി തേച്ച് എടുത്ത്, മണ്ണ് പറ്റിയാലേ ആ ഇഴുക്കൽ നമ്മുടെ കൈ പിടിക്കാൻ നമുക്ക് നന്നായിട്ട് വെട്ടിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കിത് വെട്ടി തേച്ചിനി എടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് കഴുകി, തലയുടെ ആ കറുപ്പ് ഇതൊന്നും പെട്ടെന്ന് പോകുന്നില്ല. അത് ഒന്നുകൂടി ക്ലീൻ ചെയ്ത് നോക്കാം നമുക്ക്. അത് ഞാൻ എത്ര പിച്ചാത്തിക്ക് ചിരണ്ടിയിട്ടും പോകുന്നില്ല. ബാക്കിയൊക്കെ നല്ല ക്ലീൻ ആയിട്ട് ഒരു തുള്ളി മണ്ണില്ലാതെ നല്ല വിനയത്തിരി കഴുകി എടുക്കുക. അപ്പോൾ നമ്മുടെ വരാല എല്ലാവരും കണ്ടല്ലോ, വലിയ വരാല. അപ്പോൾ നമുക്ക് കുറച്ച് വറുക്കുകയും കൂടി ചെയ്യണം. അപ്പോൾ വറുത്തിട്ട് നമുക്ക് വറുക്കാനും വേണം. വറുക്കാനായിട്ടുള്ള ഉള്ളി ഞാൻ ചതച്ചെടുക്കുന്നുണ്ട്, വെളുത്തുള്ളിയും. അപ്പോൾ നമ്മൾ ചട്ടി അടപ്പ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് നമുക്കിതേ കടുകിട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്തു, വറുക്കാനുള്ള മീൻ ഒന്ന് പെരട്ടി വെച്ചേക്കാം, അല്ലെങ്കിൽ അതിൽ മസാല പിടിക്കത്തില്ല. ഒന്നാമത്തെ കാര്യം വരാലിന് ഇച്ചിരി ഇതൊക്കെ വേണം. ആദ്യം മഞ്ഞപ്പൊടി ഇട്ടു, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ അരച്ച് അതിൻ്റെ പുറത്താണ് വരാലിട്ടിരിക്കുന്നത്. പിന്നെ ഇതാ കുറച്ച് കാശ്മീരി ചില്ലിയും സാദാ ചില്ലിയും കൂടി ഞാൻ കൂട്ടിക്കലർത്തി ഇട്ടിരിക്കുന്ന മുളക് പൊടിയാണ്, അത് ഞാൻ ഇട്ട് കൊടുത്തു. കളർ അത്യാവശ്യമുണ്ട്, എന്നാൽ എരിവും വേണം. ഇവിടെ അത്യാവശ്യം എരിവ് വേണം എല്ലാവർക്കും, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ അതിൻ്റെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉടനെ കടുക് കുറച്ചിട്ട് കൊടുത്തു. എന്നിട്ട് ഇത് പെരട്ടാൻ നിന്നു. പക്ഷെ ഇത് നന്നായിട്ട് പെരട്ടി വെച്ചില്ലെങ്കിൽ മസാല പിടിക്കത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉള്ളി ചതച്ചത് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തു. കുറച്ചേറെ ഉള്ളി എടുക്കണം, എന്നാലും ഇതിന് ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഉള്ളി ചതച്ചിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് നമുക്കിത് 2 കഷ്ണം പുളി ഇട്ട് കൊടുക്കാം, ചെറുതായിട്ട് ക്രിയതാ. പച്ചമുളക് ഒടിച്ചിട്ട് കൊടുത്തു. പച്ചമുളക് 3 എണ്ണം ഞാൻ എടുത്തുള്ളൂ. നിങ്ങളുടെ ആവശ്യത്തിന് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് എടുക്കാം. ഞാൻ 3 പച്ചമുളക് എടുത്തു. ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുത്തു. മുളക് പൊടി ആവശ്യത്തിന്, നിങ്ങളുടെ ഓരോരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുളക് പൊടി എടുക്കുക. ആ മുളക് പൊടി എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി ഇട്ട് ഇപ്പുറത്ത് അടപ്പിൽ നമ്മൾ വറുക്കാനായിട്ട് പെരട്ടി വെച്ചു. അങ്ങനെ നമുക്ക് ഉച്ചക്ക് അടിപൊളിയായിട്ടുള്ള എന്ത് കറിയോ